പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഈ കാണുന്നതാണ് പ്രധാനപ്പെട്ട സ്റ്റേജ്. 42 സ്ക്വയർ ഫീറ്റ് വീതിയും 82 സ്ക്വയർ ഫീറ്റ് നീളത്തിലുമുള്ള കൂറ്റൻ സ്റ്റേജാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 3500 പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന വലിയ പന്തൽ, അതിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ആഗോള അയ്യപ്പ സംഗമത്തിനായിട്ടുള്ള വലിയ പന്തലിന്റെ നിർമ്മാണം നടക്കുകയായിരുന്നു. വലിയ സൗകര്യങ്ങളോടെയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. ഇവിടെ ഇരിപ്പിടങ്ങളെല്ലാം തയ്യാറാണ്. മുൻനിരയിലുള്ള ഇരിപ്പിടങ്ങളാണിത്. ഇതിന്റെ പുറകിൽ മറ്റ് ഇരിപ്പിടങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യം 3000 പ്രതിനിധികൾക്ക് അല്ലെങ്കിൽ 3000 പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം മന്ത്രി വി എൻ വാസവൻ, ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവർ അറിയിച്ചത് 3500ഓളം പ്രതിനിധികൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ്. പ്രധാനമായും 3 വിഷയങ്ങളിലാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ഒന്ന്, ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതി. ആ പദ്ധതി സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ച ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ നടക്കും. മറ്റൊന്ന്, മണ്ഡലമകര വിളക്ക് തീർത്ഥാടന കാലത്തുൾപ്പെടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല. അപ്പോൾ ശബരിമലയിൽ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ നടക്കും. ആത്മീയ ടൂറിസം സർക്യൂട്ട് വിഷയവും ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രധാനപ്പെട്ട ചർച്ചയാകും. ഈ 3500 പ്രതിനിധികൾ പങ്കെടുക്കുമ്പോൾ അതിൽ ആർക്കൊക്കെ അഭിപ്രായങ്ങൾ പറയാം എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. അതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞത്, ഒരിക്കലും എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ അത് തേടുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. കുറച്ച് ആളുകളുടെ നേരിട്ടുള്ള പ്രതികരണം അത് കേൾക്കും. അതിനുശേഷം എല്ലാ അംഗങ്ങൾക്കും ഒരു ചോദ്യാവലി കൊടുക്കും. ആ ചോദ്യാവലി അത് പൂരിപ്പിച്ച് ഈ ഡെലിഗേറ്റ്സുകൾ നൽകിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 3500 പ്രതിനിധികൾക്കും അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട്. ശബരിമല ഭാവിയിൽ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് അവരവരുടെ അഭിപ്രായങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പറയാനുള്ള, അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. നാളെ രാവിലെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുക. ഇന്നിപ്പോൾ പമ്പയിലേക്ക് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തും. അദ്ദേഹം ഇന്ന് ഇവിടെ തങ്ങും. അതിനുശേഷം നാളെ ഉദ്ഘാടന ചടങ്ങും നടക്കും. വലിയ പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡും, ഒപ്പം തന്നെ എല്ലാ പിന്തുണയും നൽകുന്ന സംസ്ഥാന സർക്കാരും. തമിഴ്നാട്ടിൽ നിന്നും 1000ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ 2 മന്ത്രിമാർ പങ്കെടുക്കും. സംസ്ഥാന സർക്കാരിലെ ഭൂരിഭാഗം മന്ത്രിമാരും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം മത സാമുദായിക നേതാക്കളും പങ്കെടുക്കും എന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.